തിരുവനന്തപുരത്ത് പുനർഗേഹം പദ്ധതിയുടെ ഉദ്ഘാടനത്തിനിടെ പ്രതിഷേധം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചടങ്ങിന് പങ്കെടുക്കവെയാണ് മുൻപ് ഫ്ളാറ്റ് സമുച്ചയം ലഭിച്ച് ദുരിതത്തിലായ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചത്. തങ്ങൾക്ക് 7 വർഷം മുമ്പ് ലഭിച്ച ഫ്ളാറ്റുകളിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമെന്നും സുരക്ഷിതത്വവും അറ്റകുറ്റപ്പണിയും ഉറപ്പുവരുത്തണമെന്നുമാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടത്. ഒരിടത്ത് പുനർഗേഹം പദ്ധതിയുടെ പുതിയ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം. മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിച്ച ഇടത് സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രസംഗം. നിശ്ചിത സമയത്തിന് മുൻപ് സമയബന്ധിതമായി ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനായി എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. മറുഭാഗത്ത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. പ്രതിഷേധം മറ്റൊന്നിനുമല്ല, 7 വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ച പുനർഗേഹം പദ്ധതിയുടെ ഫ്ളാറ്റുകളുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടിയാണിത്. പുതിയ ഫ്ളാറ്റ് സമുച്ചയം നൽകുമ്പോൾ തങ്ങളെയും കേൾക്കണമെന്ന് ഇവർ പറയുന്നു. അവർക്ക് എന്തെല്ലാം സഹായങ്ങൾ ഞങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ പണി ചെയ്ത് തന്നാൽ മതി, അതുപോലെ ഒരു വീട് ഞങ്ങൾക്ക് തന്നാൽ മതി. ഇതാണ് ഞങ്ങൾ ഞങ്ങൾ വേറെ ഒന്നും സർക്കാരിൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല. കറണ്ട് ബില്ല് വരുന്ന ഓരോ വീട്ടിനും കുടുംബം തൊലഞ്ഞു പോണതാണ്. ഈ കറണ്ട് ബില്ല് അടയ്ക്കാനും വെള്ളത്തിന്റെ പൈസ ഇല്ലാതിരിക്കുമ്പോഴും കുടുംബങ്ങൾ തൂങ്ങി വെച്ചടിച്ചാവുന്നു. കടപ്പുറത്തെ രീതി എങ്ങനെയാണ്? നിരന്തരം പരാതികളും നിവേദനവും നൽകിയിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ഇവർ വ്യക്തമാക്കുന്നു. ഞങ്ങൾ വന്നിട്ട് റെസിഡൻസിന്റെ ഭാഗത്തു നിന്ന് ഇതിനൊരു മെയിൻ്റനൻസ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ ഫണ്ടില്ല എന്നാണ് പറയുന്നത്. MLAക്ക് കത്ത് കൊടുത്തു, പിന്നെ ഫിഷറീസ് മന്ത്രിക്ക് കത്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ കത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഇപ്പം നിലവിൽ ഫണ്ടില്ല, പിന്നെ നോക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ താമസം വളരെ ഗുരുതരമാണ്. ഒന്ന്, പാമ്പിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ അക്കാരണത്താൽ ഇവിടെ വന്നിട്ട് സ്ട്രീറ്റ് ലൈറ്റ് തന്നെ ഒന്ന് റെഡിയാക്കി തരണമെന്ന് പറഞ്ഞിട്ട് അതുപോലും ചെയ്തു തന്നിട്ടില്ല. ഈ സെൻറ്ററിൽ കാണുന്ന ഈ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും കത്തുന്നില്ല. ഡ്രെയിനേജ് ഉൾപ്പെടെ താറുമാറായെന്നും മത്സ്യത്തൊഴിലാളികളുടെ പരാതി. ഒന്ന്, ഈ പറയുന്ന ഈ ഡ്രെയിനേജിൻ്റെ സിസ്റ്റം ഫെയിലാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന ഭാഗത്താണ് ഡ്രെയിനേജ് വരുന്നത്. അതായത് അവിടെ നിന്ന് വരുന്ന എല്ലാം ഇവിടെയാണ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പമ്പ് ചെയ്ത് വേണം കളയാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു മാസം 25,000 രൂപ 30,000 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട് കറണ്ട് ബില്ല് പമ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. ഏകദേശം ഇവിടെ നിന്ന് ലൈൻ ഇട്ടിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ദൂരത്തിനാണ് 3 ഇഞ്ച് പൈപ്പിൽ ഡ്രെയിനേജ് അടിച്ച് കളയാൻ വേണ്ടിയിട്ട്. നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും മുഖവിലക്കെടുക്കാത്ത റോഡ് നവീകരണം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വരാനായി തിരക്കിട്ട് നടത്തിയതിലും വിമർശനം. അവർ വേണ്ടാതെ ഞങ്ങൾക്കൊരു വീട് ചെയ്ത് തന്നിട്ടുണ്ട്. 7 വർഷമായിട്ട് ഞങ്ങൾക്കൊന്നും ഇവിടെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. ഈ റോഡ് മന്ത്രി വന്നപ്പോഴാണ് ഇന്ന് ഞാൻ ഈ റോഡ് ഇട്ടത്. 7 വർഷം കൊണ്ട് ഞങ്ങളിവിടെ നിന്ന് അനുഭവിക്കുന്ന റോഡിൽ കാലൊടിഞ്ഞവരുണ്ട്, കൈയൊടിഞ്ഞതുണ്ട്, ഡിസ്ക് കംപ്ലൈൻറ്റ് ആയവരുണ്ട്, കുട്ടികളും തള്ളമാര് വീണവരുണ്ട്. അപ്പോൾ ഈ മന്ത്രി വരാൻ വേണ്ടി ഇന്ന് 3 ദിവസത്തിൻ്റെ അകത്ത് റോഡിട്ട്. അതെന്തുകൊണ്ടാണ്? മന്ത്രി കുലുങ്ങാതിരിക്കാനും ചരിയാതിരിക്കാനും നിമരാതിരിക്കാനുമാണ്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും ദുരിതബാധിതർ. ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി അത്രയ്ക്ക് തുപ്പലാണ്. ഞങ്ങൾ എല്ലാവരും ഇറങ്ങാൻ പോണു. ഞങ്ങളെല്ലാവരും ഇറങ്ങി ഒറ്റക്കെട്ടായി അവിടെ മന്ത്രിസഭ ഇരിക്കുന്ന ഇടത്തിൽ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് വന്നിരിക്കും. ഞങ്ങൾക്ക് നേരിട്ട് തന്നിരിക്കണം ഞങ്ങൾക്ക് മെയിൻ്റനൻസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉദ്ഘാടനം കളറാക്കാനിരുന്ന സർക്കാരിന്റെ മുഖത്തേറ്റടിയായി പ്രതിഷേധം മാറി. ജനം, തിരുവനന്തപുരം. കൊട്ടിഘോഷിച്ച് സർക്കാർ നടത്തിയ പുനർഗേഹം പദ്ധതി ഉദ്ഘാടനത്തിനിടെയാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങവേ ഇവരുടെ സങ്കടം കേൾക്കാൻ പോലും ആരും തയ്യാറായുമില്ല. തുടർ ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് ഇവർ പറയുന്നത്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, വലിയ പ്രതിഷേധമാണ് മത്സ്യത്തൊഴിലാളികൾ ഉയർത്തിയത്. വിവരങ്ങൾ. നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കൊട്ടിഘോഷിച്ച് ഒരു കളറാക്കാനൊരുങ്ങിയ പരിപാടിയിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം അതിന്റെ കളർ മങ്ങി അല്ലെങ്കിൽ മുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് മുട്ടത്തറയിലെ പുനർഗേഹം പദ്ധതിയുടെ 2ാം ഘട്ടം എന്നോളം ഏകദേശം 332 വീടുകളുടെ ഔദ്യോഗിക താക്കോൽ ദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കാനെത്തിയത്. മന്ത്രിമാരായ വി ശിവൻകുട്ടി, ഒപ്പം തന്നെ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവരും ഈ ചടങ്ങിന് സന്നിഹിതരായിരുന്നു. പക്ഷേ ഇവിടെ ഉദ്ഘാടന ചടങ്ങ് ഒരു ഭാഗത്ത് നടക്കും.
നടക്കുമ്പോൾ തൊട്ട് ചേർന്ന് ഒരു 50 മീറ്റർ പോലും വ്യത്യാസമില്ലാതെ മറുഭാഗത്ത് മത്സ്യത്തൊഴിലാളികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തി. ഇവരുടെ കോമ്പൗണ്ടിന് വെളിയിലേക്ക് ഇവർക്ക് ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ ആ പ്രതിഷേധം പോലീസുകാർ തടയുകയും ചെയ്തിരുന്നു. അവർ പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ച ആവശ്യം എന്നുള്ളത് പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി 2000-ൽ ഏകദേശം 7 വർഷങ്ങൾക്ക് മുൻപ് അവർക്ക് ഏകദേശം 500ഓളം വീടുകൾ അവിടെ നിർമ്മിച്ചു നൽകിയതാണ്. ആ ഒരു 2000 മുതലുള്ള തുടർച്ചയായുള്ള മഴ, ഒപ്പം തന്നെ തീരദേശ ശോഷണം അടക്കമുണ്ടായ സാഹചര്യങ്ങളിൽ അവർക്കുണ്ടാക്കി നൽകിയ വീടുകളാണ്. പക്ഷേ ആ വീടുകൾ ഇന്ന് വളരെ ശോചനീയമായി മുന്നോട്ട് പോവുകയാണ്. തങ്ങൾക്കതിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതിനിടയിലാണ് സാമ്പത്തിക സഹായം അടക്കം ചോദിച്ചുകൊണ്ടും അതിൻ്റെ മെയിൻ്റനൻസുകൾ ചോദിച്ചുകൊണ്ടും MLA-യും മന്ത്രിമാരെയും ജില്ലാ കളക്ടറെയും ഒക്കെ സമീപിച്ചത്. പക്ഷെ ഒരു രീതിയിലുമുള്ള നടപടികൾ ഉണ്ടായില്ല. അവർ പറയുന്നത് ഫണ്ടില്ല എന്നുള്ളതാണ്. ആ ഫണ്ടില്ല എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് ഇവരെ കൈയൊഴിയുമ്പോൾ മറുഭാഗത്ത് ലക്ഷങ്ങളും കോടികളും നൽകി പുതിയ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽദാനം നിർവഹിക്കുമ്പോൾ തങ്ങളെ കൂടി കേൾക്കണമെന്നൊരു ആവശ്യം കൂടിയാണ് ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ചത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്നുള്ളത് അവിടുത്തെ ഡ്രെയിനേജ് സംവിധാനം താറുമാറായി കിടക്കുകയാണ്. വൈദ്യുതി ബന്ധം പല ഘട്ടങ്ങളിലും താറുമാറാകുന്നുണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകൾ പലയിടത്തും ഇല്ല. അവിടെ വിഷപ്പാമ്പടക്കമുണ്ട്. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ തന്നെ വീടുകളുടെ ശോചനീയാവസ്ഥ, വീടുകൾ പൊട്ടിപ്പൊളിഞ്ഞ് വീഴുന്ന സാഹചര്യം, സീലിങ്ങുകളടക്കം പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ പൂർത്തീകരിച്ച് അതൊരു മെയിൻ്റനൻസ് നടത്തി നൽകണമെന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അവരുടെ ബെഡ്റൂം അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ ഭിത്തികൾ വിണ്ടുകീർന്ന സാഹചര്യമുണ്ട്. അപ്പോൾ സുരക്ഷിതമല്ലാത്തൊരു ഇടങ്ങളിലാണ് തങ്ങൾ ഉറങ്ങുന്നത്. അത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ കേൾക്കണം, അത് നേരിട്ട് പറയണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ അത് നടന്നില്ല. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്താൻ തന്നെയാണ് തീരദേശവാസികളും മത്സ്യബന്ധന തൊഴിലാളികളും തീരുമാനിച്ചിട്ടുള്ളത്. അവർ അത്തരത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് അടക്കം പ്രതിഷേധം നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിക്കുകയും ചെയ്യുന്നത്. കൂടാതെ തന്നെ അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്നുള്ളത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രസംഗത്തിൽ മുഴുനീളം പറഞ്ഞൊരു കാര്യമുണ്ട്. മത്സ്യബന്ധന തൊഴിലാളികൾക്ക് എന്ത് ചെയ്താലും അത് പൂർത്തീകരിക്കില്ല, അല്ലെങ്കിൽ അത് പൂർണ്ണതയിലേക്ക് എത്തില്ല. കാരണം അത്രയധികം സഹായം കേരളത്തിനായി ചെയ്തവരാണ്, അവരെ കൈയൊഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു ഭാഗത്ത് കൈയൊഴിയാതെ അല്ലെങ്കിൽ കൈയൊഴിഞ്ഞ ഒരു ഭാഗത്ത് മത്സ്യബന്ധന തൊഴിലാളികളെ നിർത്തിയിരിക്കുമ്പോഴാണ് മറുഭാഗത്തെ ഉദ്ഘാടന മഹാമഹം നടത്തിയിട്ടുള്ളത്. അതിലാണ് പ്രതിഷേധം ശക്തമാകുകയും ചെയ്തിട്ടുള്ളത്. നീലിമ.